ആയുർബിജു സ്പെഷ്യൽ സെക്യൂരിറ്റി സോൺ അല്ലേ ഇത് എന്നാണ് കോടതി ചോദിച്ചത്. അതായത് കാത്തുനിന്ന ഭക്തരുടെ കൂട്ടത്തിൽ പ്രായമായവരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ ദർശനം മണിക്കൂറുകളോളം മുടങ്ങിയെന്ന് പറയുന്നു. കോടതി ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് ദേവസ്വം ബോർഡ് അതിനകത്ത് കുടുങ്ങിയിരിക്കുന്നു, റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായി വരുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇതിനകത്തൊരു രാഷ്ട്രീയ നിലപാട് എടുക്കുക, അത് നടപ്പാക്കുക, അത് പ്രായോഗികമാണെന്ന് തോന്നുന്നുണ്ടോ? നോക്കൂ പറഞ്ഞ, ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ശബരിമല ദർശനത്തിന് നടപടികൾ എടുത്തിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ആർക്കെങ്കിലും അത്തരത്തിൽ ഒരു പ്രത്യേക പരിഗണന കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് പരിശോധിക്കും, ദേവസ്വം ബോർഡ് അത് പരിശോധിക്കും. അത് തന്നെയാണ് ബഹുമാനായ ഞങ്ങളുടെ MLA ജിനീഷ് കുമാറും പറഞ്ഞത്. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച രണ്ടുപേര് പറഞ്ഞതിൽ ഒരു ശ്രീകുമാർ സാർ പറയുന്നു VIP ദർശനം പാടില്ല. അപ്പോൾ തന്നെയാണ് നമ്മുടെ ഹരിദാസ് എന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പറയുന്നു ചിലപ്പോൾ ആകും. ഞാൻ ഈ ഹരിദാസിനോട് പറയുന്നു, മിസ്റ്റർ ഹരിദാസ്, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും ഗവൺമെന്റിന്റെയും ദേവസ്വം ബോർഡിന്റെയും തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ഇവിടുത്തെ ഹൈന്ദവ മതമേലധ്യക്ഷന്മാരുടെയും ഹൈന്ദവ സമൂഹത്തിന്റെയും തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു പരിഗണനയും പാടില്ല. അദ്ദേഹം സെലിബ്രിറ്റി ആകട്ടെ, അദ്ദേഹം സിനിമാ സംവിധായകനാകട്ടെ, അദ്ദേഹം പ്രധാനമന്ത്രിയാവട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, അവിടെ ഒന്നും അയ്യനെ കാണാൻ വരുന്ന ആൾക്കാര് സ്വാമിമാരായിട്ട് 18-ാം പടി കയറുന്ന ആള് സന്നിധാനത്ത് ചെല്ലുമ്പോൾ അവൻ സ്വാമിയാണ്. അവിടെ ആയുർവേദമില്ല, ഹരിദാസ് ഇല്ല, അവർണയില്ല, ആരുമില്ല. അപ്പൊ ആ ഒരു പരിഗണന മാത്രമേ ഞങ്ങൾ അവിടെ കൊടുക്കുന്നുള്ളൂ. ഒരു സെലിബ്രിറ്റിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റോ ദേവസ്വം ബോർഡോ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. അതിന് വിരുദ്ധമായി അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായി അതിനകത്ത് നടപടിയെടുക്കും. അവർക്കെതിരെ ആരാണ് ഉത്തരവാദി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അവിടെ സംഭവിച്ചതിനെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണം പറയാം. ഹൈക്കോടതിയുടെ ഒരു ജഡ്ജി, ഹൈക്കോടതി ആലപ്പുഴ ജില്ലാ ജഡ്ജിയും നോർക്കായുടെ ചെയർമാനായ KP അനിൽകുമാറും ഒരു സിനിമാ നടനും വന്നപ്പോൾ അവിടുത്തെ ജീവനക്കാരെങ്കിലും അവർക്ക് അല്പം പ്രയോറിറ്റി കൊടുത്തുവെങ്കിൽ അത് അവരുടെ തെറ്റാണ്. അതിൽ നിങ്ങൾ ഒരു കാരണവശാലും ഗവൺമെന്റിനെയോ ഭരണ സംവിധാനത്തെയോ ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭരണ സംവിധാനത്തെയോ കുറ്റാരോപിതരാക്കരുത്. അവിടെയൊന്നും ഞങ്ങൾ കക്ഷികളല്ല. ഞങ്ങൾ ലിഖിതങ്ങളായ നിയമങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട MLA കൃത്യമായി പറഞ്ഞു അത് ഇങ്ങനെ തന്നെയാണ്. അവിടെ ഒന്നും വെള്ളം ചേർക്കുവാൻ ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല ഒന്ന് പോലീസ് അകമ്പടി അല്ല, അതെനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വിഷയം പറയുന്നത് എനിക്ക് അംഗീകരിക്കാം. പക്ഷേ ദിലീപിനെ ദേവസ്വം പ്രതിനിധികളാണ് സോപാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഹരിവരാസനം ചൊല്ലി നട അടച്ചതിന് ശേഷം അദ്ദേഹം മേൽശാന്തിയും തന്ത്രിയൊക്കെ കണ്ടതിന് ശേഷമാണ് ദിലീപ് മടങ്ങിപ്പോവുകയും ചെയ്തത്. പോലീസ് അകമ്പടിയോടുകൂടി ദിലീപ് വരുന്നു. ഏതോ ചില ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാനാകും? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സെലിബ്രിറ്റി വന്നപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജില്ലാ ജഡ്ജി വന്നപ്പോൾ അദ്ദേഹത്തെ തടയാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ അവർക്ക് അകമ്പടി സേവിച്ചു. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ ജില്ലാ ജഡ്ജിയെ തടഞ്ഞിരുന്നുവെങ്കിൽ, ഈ പറയുന്ന ദിലീപിനെ തടഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് മറ്റൊരു തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുമായിരുന്നു. അത് ഉണ്ടാകാതെ അവർ ചെയ്തു. അപ്പോഴും അവർ ചെയ്ത നിയമലംഘനം ഉണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ഗവൺമെന്റും സംവിധാനവും പറയുന്നുണ്ട്. അല്ല, തടയണ്ട. മുൻനിരയിൽ നിന്ന് സോപാനത്ത് നിന്ന് ഏറെ നേരം ദർശനം നടത്തി. അതായത് അങ്ങനെ നിരന്നു നിന്നു ദിലീപും സംഘവും. ഒറ്റയ്ക്ക് ദിലീപല്ല, അദ്ദേഹവും സംഘവും നിരന്നു നിന്നു. അങ്ങനെ മണിക്കൂറുകളോളം പലർക്കും ദർശനം മുടങ്ങി എന്നാണ്. രാഹുൽ പ്ലീസ് ഒരു സെക്കൻഡ് നോക്കൂ, ഞാൻ പറയട്ടെ. ഇവിടെ പണ്ട് ആരൊക്കെയോ അല്ലല്ല കേക്കൂ പ്ലീസ്. ഹരിദാസേ, താങ്കൾ നേരത്തെ പറഞ്ഞു പണ്ട് ആരൊക്കെയോ അവിടെ എന്താണ് ഇരുമുടിക്കെട്ട് എറിഞ്ഞിട്ട് പോയെന്ന്. ഇരുമുടിക്കൊട്ട് എറിഞ്ഞവരിൽ വിൽസൺ തില്ലങ്കരിയും, എന്റെ ഓർമ്മ ശരിയാണ്, താങ്കൾ തിരുത്തിക്കോ, വിൽസൺ തില്ലങ്കരിയും BJPയുടെ സംസ്ഥാന
ഞാനൊന്ന് പറയട്ടെ. ആ സംഭവമൊന്നും വേണ്ട. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. ഇരുമുടി കെട്ട് അവിടെ വലിച്ചെടുക്കുന്നതിൽ വിൽസൺ ഇല്ലെങ്കിൽ കെ. സുരേന്ദ്രനുള്ളൂ. ആയുർ ബിജു സാർ ഒരു കാര്യം എന്റെ റിക്വസ്റ്റ് ആണെങ്കിൽ കേൾക്കണം. ഞാൻ എന്റെ സമയമാണല്ലോ, എന്റെ സമയമാണോ, ഞാൻ സംസാരിച്ചോട്ടെ. ഇനി എന്നാ പിന്നെ ഇങ്ങനെയുള്ള അനാവശ്യ വർത്താനം പറയല്ലോ. എന്താണ് ആവശ്യം? ഇനി ഞാൻ കാര്യം പറയട്ടെ. ഹരിവരാസനം വിശ്വമോഹനം എന്ന് പറയുന്ന പാട്ട് പ്ലീസ് പ്ലീസ് ഹരിതീശ്വരം ആരാധ്യ പാതുകം എന്ന് പറഞ്ഞു നിർത്തുന്ന പാട്ടിനകത്ത് 26 വരികളേ ഉള്ളൂ. ആ 26 വരികളിൽ അവസാനം സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന് 6 വട്ടം പാടി നടയടക്കുകയാണ്. ഇവിടെ രാഹുൽ ഈശ്വറുണ്ട്. രാഹുലിനോട് ഞാൻ ചോദിക്കുകയാണ്, രാഹുൽ ഒറ്റക്കാര് ഹരിവരാസനം വിശ്വമോഹനം എന്ന് തുടങ്ങി ഹരിത ആത്മജം ദേവമാശ്രയെ എന്ന് തീരുന്ന ഒരു ഗദ്യഭാഗം വായിച്ചു തീർക്കാൻ എത്ര സമയം വേണം? 10 മണി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയതാണെങ്കിൽ 10:55 മിനിറ്റുകൾക്ക് ഈ പാടുന്ന ഹരിവരാസനം ഒരു 5 മിനിറ്റ് കൊണ്ട് തീരും. അവിടെയാണ് നിങ്ങൾ പറയുന്നത് മണിക്കൂറുകളോളം അവിടെ തടസ്സപ്പെട്ടുവെന്ന്. ഇല്ല എന്ന് ഞാനും ഞങ്ങളുടെ സർക്കാരും വിശ്വസിക്കുന്നു. അല്ല, കോടതിയാണ് പറയുന്നത്, നമ്മളൊന്നുമല്ല. അല്ല, കോടതിയാണ് പറയുന്നത്, ഇത് ഹൈക്കോടതിയാണ് പറയുന്നത്. ആയുർ ബിജു, ഹൈക്കോടതിയാണ് പറയുന്നത് അത്രയും സമയം എന്തോ ആൾക്കാർക്ക് ദർശനം മുടങ്ങിയെന്ന്. 2-3 മണിക്കൂർ ക്യൂ ദർശനം മുടങ്ങിയവർ തിരികെ പോകുന്നത് കണ്ടില്ലേ എന്ന് കോടതിയാണ് ചോദിക്കുന്നത്. അല്ലാതെ ആരാ ചോദിക്കുന്നത്? ഇത് സർക്കാരിന് ചോദിക്കാനില്ല, മാധ്യമങ്ങളുമല്ല, കോടതിയാണ് ചോദിക്കുന്നത്. അവന്ന ഞാൻ നേരത്തെ പറഞ്ഞു, ഹരിവരാസനം എന്ന പാട്ടുപാടി തീർക്കുവാൻ, ഹരിവരാത്മജം ദേവമാത്രയെ എന്ന പാട്ട് പാടുവാൻ 5 മിനിറ്റ് മതിയെന്നേ. എത്ര ലൈനുണ്ടോ നിങ്ങൾക്ക് നോക്കൂ. നിങ്ങൾ ഈ ഇരിക്കുന്ന എന്നെക്കാട്ടിയും ഈ കാര്യം പറയാൻ പറ്റുന്നത്. അയ്യോ, അല്ല, അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റേ നിന്നുള്ളൂവെങ്കിൽ 5 മിനിറ്റേ നിന്നുള്ളൂവെങ്കിൽ പിന്നെന്തിനാണ് റിപ്പോർട്ടൊക്കെ അന്വേഷിക്കുന്നത്? 5 മിനിറ്റേ നിന്നുള്ളൂ എന്ന് പറഞ്ഞ പോരെ. എന്തോ വീഴ്ച ഉണ്ടായെങ്കിൽ അത് അന്വേഷിക്കുന്നതാണ് പറയുന്നത്. ആയുർ ബിജു, പിന്നെന്തിനാണ് അന്വേഷിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, അവരുടെ കയ്യിൽ ന്യൂസ് 18 കയ്യിൽ ഒരു റിപ്പോർട്ടുണ്ടോ അവിടെ 1 മണിക്കൂർ തടസ്സപ്പെട്ടെന്ന്? അല്ല, പിന്നെ കോടതി എന്തിനാണ് വിമർശിക്കുന്നത്? 5 മിനിറ്റേ ഉള്ളൂവെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. ഇത് അന്വേഷിക്കുന്ന പറഞ്ഞതാണ് താങ്കൾ തുടങ്ങുന്നത്. താങ്കൾ പറയുന്നത് അങ്ങനെ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. ഇതാണ് സർക്കാരിന്റെ നിലപാട്, ഇതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്നെല്ലാം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് 5 മിനിറ്റേ ഉള്ളൂ, 5 മിനിറ്റേ അവിടെ നിന്നിട്ടുള്ളൂ എന്ന്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയം ഏകദേശം 5 മിനിറ്റ്. 10:55 തുടങ്ങി ആ കീർത്തനം ചെല്ലുന്നതിന് ഏകദേശം 5 മിനിറ്റ് 33 വരികൾ. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ ആയുർ ബിജു, ഞാൻ തിരികെ എത്താം.